തനിക്ക് കെപിസിസി പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് ആവശ്യമെങ്കിൽ മാറി നിൽക്കാമെന്ന് കെ സുധാകരൻ. പദവി മാറുന്ന കാര്യത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. അന്വേഷണം നേരിടുമെന്നും കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും കെ സുധാകരൻ പ്രതികരിച്ചു. മോൻസൺ മാവുങ്കൽ തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് ഇന്നലെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കെ സുധാകരന്റെ പ്രതികരണം. അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം നേരിടും. അന്വേഷണം നേരിടാണ്ടിരിക്കാൻ പറ്റുമോ? കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. 100% ഞാനിതിൻ്റെ അകത്ത് 100% ഞാൻ നിരപരാധിയാണ് എന്നെനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് ഈ കേസിനെ ഫേസ് ചെയ്യാൻ ഒരു മടിയുമില്ല, ഭയവുമില്ല, ആശങ്കയുമില്ല. അതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഞാൻ മാറി നിൽക്കും. പാർട്ടിക്ക് ഹാനികരമാകുന്ന ഒന്നിനും നിൽക്കാൻ ഞാൻ തയ്യാറില്ല. എബിൻ എന്റെ സഹപ്രവർത്തകനാണ്, ഇവിടുത്തെ ബ്ലോക്കിന്റെ വൈസ് പ്രസിഡന്റാണ്. അത്ര തന്നെ. സുധാകരന്റെ പിന്തുണയുമായി കോൺഗ്രസ് ദേശീയ നേതൃത്വം രംഗത്തു വന്നു. സുധാകരൻ രാജിവെക്കേണ്ട ആവശ്യമില്ലെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പറഞ്ഞു. നരേന്ദ്രമോദിയെ സുഖിപ്പിക്കാനാണ് അറസ്റ്റെന്നും ബിജെപി നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ പിണറായിക്ക് ആവേശമില്ലെന്നും കെ.സി. വേണുഗോപാൽ വിമർശിച്ചു. സുധാകരൻ മാറി നിൽക്കേണ്ടതില്ലെന്നും ചങ്കുകൊടുത്തും സംരക്ഷിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പ്രതികരിച്ചു. അറസ്റ്റിന് പിന്നിൽ സർക്കാരിന്റെ വൈര്യനിരാധന ബുദ്ധിയാണെന്നും വി.ഡി. സതീശൻ വിമർശിച്ചു. കെ സുധാകരനെ ഈ കേസിന്റെ പേരിൽ മാറ്റി നിർത്തുന്നതിനെ കുറിച്ച് പാർട്ടി ഒരു ചർച്ചയും ചെയ്തിട്ടില്ല. ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തില്ല. അദ്ദേഹത്തിന് ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായുള്ള എല്ലാ കവചവും ഒരുക്കി കൊടുക്കും. കെ സുധാകരൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ജീവൻ കൊടുത്തു. കേരളത്തിലെ കോൺഗ്രസുകാർ അദ്ദേഹത്തെ സംരക്ഷിക്കും. ഒരു സംശയവും വേണ്ട. അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറായാൽ പോലും ഞങ്ങൾ സമ്മതിക്കില്ല. അദ്ദേഹം ആ സ്ഥാനത്ത് തുടരും, ഒരു സംശയമില്ല. ഞാനാണ് പറയുന്നത്, അസന്നിഗ്ധമായി പറയുന്നു. അങ്ങനെ ഒരു ചർച്ച ഈ പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല, ഈ പാർട്ടിയിൽ ഉണ്ടാവുകയില്ല. സുധാകരനെ ചതിച്ച് ജയിലിലടയ്ക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുമ്പോൾ ഒരു കോൺഗ്രസുകാരനും സുധാകരനെ പിന്നിൽ നിന്ന് കുത്തില്ല. കോൺഗ്രസ് പാർട്ടിയും UDFും കെ സുധാകരന്റെ കൂടെ ഒറ്റക്കെട്ടാണ്. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട് ഞാനാണത് പറയുന്നത്. ഒരു സംശയവും വേണ്ട. ഒരുമിച്ചാണ് പാർട്ടി നിൽക്കുന്നത്, ഒരുമിച്ച്. ഞങ്ങളുടെ ചങ്കു കൊടുത്തും ഞങ്ങളുടെ KPC പ്രസിഡന്റിനെ സംരക്ഷിക്കും, ഒരു സംശയം വേണ്ട. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, സുധാകരന്റെ അറസ്റ്റ്, കോൺഗ്രസിന്റെ പ്രതിഷേധം, CPMന്റെ പ്രതികരണം, ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന കോൺഗ്രസ് നിലപാട്, എന്താണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം? ഡാൻ, കേൾക്കാമോ? സംഘടനകാരി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ അടക്കം കോൺഗ്രസിന്റെ നിലപാട് അറിയിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തും കെ സുധാകരന് അനുകൂലമായ പ്രതികരണങ്ങളാണ് മുതിർന്ന നേതാക്കളുടെ എല്ലാം ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം രാവിലെ നടത്തിയ പ്രതികരണം മാധ്യമങ്ങളോട് താൻ വേണമെങ്കിൽ രാജിവെച്ച് മാറി നിൽക്കാം, അന്വേഷണം നടക്കുന്നതല്ലേ എന്ന തരത്തിൽ അദ്ദേഹം നടത്തിയ പ്രതികരണം നേതാക്കൾക്കിടയിൽ പോലും വലിയ സന്ദേഹമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും KPCC ആസ്ഥാനത്ത് അല്പസമയം മുമ്പ് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി അടക്കം കൃത്യമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് കെ സുധാകരനെതിരായ LDF സർക്കാരിന്റെ നീക്കമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇന്ന് സംസ്ഥാന വ്യാപകമായി ഉച്ചകഴിഞ്ഞ് വ്യാപകമായ പ്രതിഷേധ പരിപാടികൾക്ക് കോൺഗ്രസ് ബൂത്ത് തലം മുതൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വൈകിട്ട് എല്ലാ ബൂത്തുകളിലും മണ്ഡലങ്ങളിലും പന്തം കൊടുത്തി പ്രകടനം നടത്താനും തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു വശത്ത് കെ സുധാകരനെതിരായ ഒരു കരുനീക്കം പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ടോ എന്ന സംശയം അദ്ദേഹത്തിന്റെ അനുകൂലികളായിട്ടുള്ള മറ്റ് നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. നന്ദി ഡാൻ. കെ സുധാകരനെതിരായ കേസ് കെട്ടിച്ചമച്ചതെന്ന് കോൺഗ്രസ് നേതാവ് AK ആന്റണി. കോടതിയിൽ വരുമ്പോൾ കേസ് തള്ളിപ്പോകും. അന്ന് പിണറായിയും MV ഗോവിന്ദനും വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരുമെന്നും AK ആന്റണി. പോലീസ് കെട്ടിച്ചമച്ച ഈ കേസ് കോടതി വരുമ്പോൾ തള്ളിപ്പോകുന്നതാണ്. അന്ന് തിടുക്കപ്പെട്ട് കേസെടുക്കാൻ പോയ പിണറായിയും ഗോവിന്ദൻ മാസ്റ്ററും വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരും മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാം. പ്രതിപക്ഷത്തുള്ളവരെ കള്ളക്കേസിൽ കുടുക്കാനാണ് സർക്കാരിന്റെ നീക്കമെന്ന് കെ മുരളീധരൻ കുറ്റപ്പെടുത്തി. പാർട്ടി പത്രവും പാർട്ടി ചാനലും എഴുതുന്ന കള്ളത്തരങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടമാണ് പോലീസെന്നും കെ മുരളീധരൻ വിമർശിച്ചു. പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനോടൊപ്പമാണ്. ഇതൊരു കെട്ടിച്ചമച്ച കേസാണ് എന്ന് പാർട്ടി വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ കേസിൽ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിന് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും.
ഇത് ഒരു ചീത്ത കീഴടക്കം LDF സൃഷ്ടിച്ചു. ഇതിൻ്റെ പ്രത്യാഘാതം ഭാവിയിൽ അവർ അനുഭവിക്കേണ്ടി വരും. കാരണം ഇത്രയും കാലം ഒരു മാന്യമായുള്ള സമീപനം UDFൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ കാലത്തും ഉണ്ടായെങ്കിൽ ഇനി ഭാവിയിൽ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. കനത്ത രീതിയിലുള്ള തിരിച്ചടി ഭാവിയിൽ ഉണ്ടാകും. ഇപ്പം ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് നിയമപരമായിട്ട് നേരിടും. ഭാവിയിൽ ഇങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു കൂട്ടർ സ്ഥിരമായിട്ട് അധികാരത്തിൽ ഇരിക്കില്ലല്ലോ. അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇപ്പം ചെയ്ത പ്രവൃത്തികൾക്കൊക്കെ നാളെ കണക്ക് പറയും. കെ സുധാകരന് മുസ്ലിം ലീഗിന്റെ പിന്തുണ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കേസെടുക്കുന്ന പ്രവണതയാണ് സർക്കാരിനുള്ളതെന്ന് PK കുഞ്ഞാലിക്കുട്ടി. രാഷ്ട്രീയമായും നിയമപരമായും UDF ഒറ്റക്കെട്ടായി നിന്ന് നേരിടുമെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. KPCC പ്രസിഡന്റ് ശ്രീ എതിരായി എടുത്ത കേസ് അദ്ദേഹത്തെ പോലെ ആ പൊസിഷനിലിരിക്കുന്ന ഒരാൾക്ക് എതിരെ എടുക്കുന്ന ഒരു കേസിനുള്ള സബ്സ്റ്റൻസ് ഒന്നും അതിലില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ മിനിമം റിലേഷനിൽ പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളിൽ ആരോപണങ്ങൾ വന്നാൽ അതിന് മറുപടി പറയുകയും വ്യക്തത വരുത്തുകയും ഒക്കെ ചെയ്തങ്ങ് പോവുക എന്നല്ലാതെ തിരിച്ച് കേസെടുക്കുന്ന കാര്യങ്ങളൊന്നും ഇതേവരെ കേട്ടുകേൾവി ഇല്ലാത്തതാണ്. അതുകൊണ്ട് തീർന്നുപോയ വലിയ സബ്സ്റ്റൻസ് ഇല്ലാത്ത ഒരു കേസിൽ KPCC പ്രസിഡന്റിനെതിരായി എടുത്ത കേസിനെ മുസ്ലിം ലീഗും അപലപിക്കുകയാണ്. ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. കെ സുധാകരനെതിരെ കേസെടുത്തതും അറസ്റ്റ് ചെയ്തതും രാഷ്ട്രീയമോ സംഘടനാപരമായോ ഉള്ള പ്രശ്നത്തിന്റെ പേരിലല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തട്ടിപ്പ് കേസിലാണ് നടപടി. തെറ്റായ നിലപാട് ആര് സ്വീകരിച്ചാലും നിയമത്തിന്റെ മുന്നിൽ വരും. സുധാകരൻ മാറി നിൽക്കുന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. രാഷ്ട്രീയ കേസ് പോലുമല്ല. അതിൽ ഞങ്ങളെ സംബന്ധിച്ച്, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെറ്റായ നിലപാടുകൾ ആര് സ്വീകരിച്ചാലും ആ സ്വീകരിക്കുന്നവർ നിയമത്തിൻ്റെ മുമ്പിൽ വരണം എന്നാണ് പൊതുവായിട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാ ദിവസവും ചൂണ്ടിക്കാണിച്ചു തോന്നിയിരിക്കുന്നു. അവിടെ സുധാകരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവിടെ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കേസിൻ്റെ, അതും പ്രത്യേകിച്ച് രാഷ്ട്രീയ കേസല്ല, അത് തികച്ചും എല്ലാവർക്കും അറിയുന്നത് പോലെ വളരെ ഗൗരവമുള്ള ഒരു കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഗൌരവമായ വിഷയമാണ് സുധാകരനെതിരെ ഉയർന്നിരിക്കുന്നതെന്നും മാറി നിൽക്കണമോ എന്ന് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടതെന്നും EP ജയരാജൻ പ്രതികരിച്ചു. ഇവിടെ ഒരു വലിയൊരു പ്രശ്നം ഉയർന്നു വന്നിരിക്കുകയാണ്. ആ പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ്. അങ്ങനെ ഗൗരവമുള്ള ഒരു പ്രശ്നം ഉയർന്നു വന്നാൽ അത് സംബന്ധിച്ച് നിലപാട് സ്വീകരിക്കേണ്ടത് ആ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് അങ്ങനെ സ്വീകരിക്കാൻ കഴിയാതെ വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ ദൗർബല്യമായിട്ട് ജനങ്ങൾ വിലയിരുത്തും. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ അറസ്റ്റിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, പത്തനംതിട്ട, മലപ്പുറം ജില്ലകളിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. കണ്ണൂരിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് കാൾടെക്സ് ജംഗ്ഷനിലേക്കായിരുന്നു പ്രതിഷേധ മാർച്ച്. പത്തനംതിട്ടയിൽ റോഡിൽ സ്ഥാപിച്ച ഡിവൈഡർ പ്രവർത്തകർ നശിപ്പിച്ചു. തുടർന്ന് DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറത്ത് നഗരത്തിൽ നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. സത്യം തെളിയുകയും അച്ചടക്കത്തോടുകൂടി അതിനുവേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ കെ വിദ്യയെ മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിദ്യയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. വിദ്യയെ മണ്ണാർക്കാട് കോടതിയിൽ
ഹാജരാക്കിയിരിക്കുന്നു. വിധിയെ കോടതിയിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് വന്നത്. വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് കേസിലാണ് കെ വിദ്യക്കെതിരെ ആവശ്യമായ എല്ലാ തെളിവുകളും ലഭിച്ചതായി അഗളി പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇനിയും കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്ന നിലപാടിലുമാണ് അഗളി പോലീസ്. ഇപ്പോൾ വിധിയെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, കോടതിയിൽ എത്തിയിരിക്കുന്നു. ഇനി എന്തൊക്കെയാണ് നടപടികൾ? ധന്യ, കസ്റ്റഡിയിൽ ഇനി എന്തായാലും കസ്റ്റഡിയിൽ വാങ്ങാൻ സാധ്യതയില്ല. കാരണം പോലീസ് പിന്നീട് കസ്റ്റഡി തുടരണം എന്നുള്ളൊരു നിലപാടിലല്ല പോലീസ് എന്തായാലും. അതുകൊണ്ട് തന്നെ അവരെ ഇനി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാനാണ് സാധ്യത. ഇപ്പോൾ അല്പസമയം മുമ്പാണ് അഗളിയിൽ നിന്ന് ഇവരെ കോടതിയിൽ എത്തിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇവർ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയായിരുന്നു. പക്ഷേ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയെങ്കിലും കൃത്യമായ ഒരു വിവരങ്ങൾ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാവുന്ന കാര്യം. അതായത് ഇവർ നൽകിയിരിക്കുന്ന ഈ ഫേക്ക് സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ പോലീസ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവരിതുവരെയും ഹാജരാക്കിയിട്ടില്ല. തുടർന്ന് അതുകൊണ്ട് തന്നെ ഇവരെ തെളിവെടുപ്പിനും മറ്റും കൊണ്ടുപോകുന്നതിലെല്ലാം തന്നെ പോലീസിന് സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഇത് തയ്യാറാക്കാൻ കൂടെ നിന്നത് ആരാണത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ ആദ്യം സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ കസ്റ്റഡിയിൽ തുടരുകയും ചോദ്യം ചെയ്യൽ മാത്രമാണ് നടന്നത്. തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല. എങ്കിൽ പോലും തൽക്കാലം വരെ കസ്റ്റഡിയിൽ വാങ്ങണമെന്നുള്ള നിലപാടിലാണ് പോലീസ്. അതുകൊണ്ട് തന്നെ ഇന്ന് ജൂലൈ 6 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാനാണ് സാധ്യത. ശരി, നന്ദി വിനേഷ്. ഇപ്പോൾ വിധിയെ മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. കസ്റ്റഡിയിൽ ഇനിയും ആവശ്യമില്ല എന്ന നിലപാടിലാണ് അഗളി പോലീസ് ഉള്ളത്. കൃത്യമായ ഈ വ്യാജ സർട്ടിഫിക്കറ്റിന്റെ ഉറവിടം പോലീസ് കണ്ടെത്തിയതായാണ് ലഭിക്കുന്ന സൂചനകൾ. സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ വിധിയുടെ ഫോണുകളിൽ നിന്ന് ഈ വ്യാജ സർട്ടിഫിക്കറ്റിന്റെ ഉറവിടം പോലീസ് കണ്ടെത്തിയെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്ന നിലപാടിലാണ് അഗളി പോലീസ് ഉള്ളത്. കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. അതേസമയം കരിന്തളം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അധികൃതർ നൽകിയ പരാതിയിലും വിധിയെ അറസ്റ്റ് ചെയ്യാൻ നീലേശ്വരം പോലീസ് മണ്ണാർക്കാട് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. കെ വി ബൈജു ചേർന്നു. ബൈജു, കോടതി പരിഗണിക്കുകയാണ് അപേക്ഷകൾ. വിവരങ്ങൾ തീർച്ചയായും ധന്യ, നീലേശ്വരം CI പ്രേംസദന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ മണ്ണാർക്കാട് കോടതിയിൽ വിദ്യയെ ഫോർമൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട അപേക്ഷയുമായി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ നടപടിക്രമങ്ങൾ അല്പസമയത്തിന് പൂർത്തിയാകും. അതിനുശേഷം വിദ്യയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകും. തുടർന്ന് ഈ കരിന്തളം ഗവൺമെന്റ് കോളേജ് അതുപോലെ തന്നെ വിദ്യയുടെ വീട് തൃക്കരിപ്പൂരിലെ വീട്ടിലും കൊണ്ടുപോയി തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്താനുണ്ട്. ഏതായാലും ആദ്യം നടപടി എന്ന നിലയിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും കസ്റ്റഡിയിൽ അപേക്ഷ നൽകുക. എന്തായാലും നീലേശ്വരം പോലീസ് വളരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് വിദ്യക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 1 വർഷത്തോളം കരിന്തളം ഗവൺമെന്റ് കോളേജിൽ ഇത്തരത്തിൽ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി ചെയ്തു. അതുകൊണ്ട് തന്നെ ഗൂഢാലോചന, ഒപ്പം വഞ്ചന കുറ്റം, ഒപ്പം ഈ വ്യാജരേഖ ചുമത്തൽ തുടങ്ങിയ കുറ്റങ്ങളെല്ലാം വിദ്യക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. എന്തായാലും അഗളി പോലീസ് ചുമത്തിയതിനേക്കാളും വളരെ ഗൗരവമുള്ള കേസ് നീലേശ്വരം പോലീസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഈ കാര്യത്തിൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടെന്തായാലും ആദേശം കൂടെ നീലേശ്വരം പോലീസ് നൽകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, നന്ദി ബൈജു. അഗളി പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു വിദ്യ ഉണ്ടായിരുന്നത്. ഇനി കസ്റ്റഡി വേണ്ട എന്നാണ് അഗളി പോലീസിന്റെ നിലപാട്. ഇപ്പോൾ വിധിയെ മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. അതേസമയം തന്നെ ജൂലൈ 6 വരെയാണ് വിധിയുടെ റിമാൻഡ് കാലാവധി. നീലേശ്വരം പോലീസും വിധിക്കായി കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. ആ കാര്യത്തിലും കോടതി ഇന്ന് തീരുമാനമെടുക്കും. വ്യാജ ഡിഗ്രി കേസിൽ SFI നേതാവ് നിഖിൽ തോമസ് അറസ്റ്റിൽ. കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കായംകുളത്തു നിന്നുള്ള അന്വേഷണ സംഘം നിഖിലിനെ പിടികൂടിയത്. വ്യാജ സർട്ടിഫിക്കറ്റ് നിഖിലിന് നൽകിയത് കായംകുളം മുൻ SFI ഏരിയ സെക്രട്ടറി അബിൻ രാജാണെന്ന് നിഖിൽ പോലീസിനോട് സമ്മതിച്ചു. MC റോഡ് കേന്ദ്രീകരിച്ചുള്ള വ്യാപക തിരച്ചിലിൽ പുലർച്ചെ 2 മണിയോടെയാണ് കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് നിഖിൽ പോലീസിന്റെ പിടിയിലായത്. രാത്രി 8ഓടെ കോഴിക്കോട് നിന്ന് തിരിച്ച ബസ്സിൽ നിഖിൽ ഉണ്ടെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് അടൂർ, തിരുവല്ല, കോട്ടയം എന്നിവിടങ്ങളിൽ ഓരോ ബസ്സും നിർത്തി പരിശോധിച്ചു. കൊട്ടാരക്കരയിലെത്തിയ ശേഷം കീഴടങ്ങാനുള്ള മാനസികാവസ്ഥയിലായിരുന്നു നിഖിൽ. കയ്യിലെ പണം മുഴുവൻ തീർന്നിരുന്നു. കോട്ടയത്ത് നിന്നും കായംകുളത്തെത്തിച്ച നിഖിലിനെ ചോദ്യം ചെയ്തപ്പോഴാണ് സർട്ടിഫിക്കറ്റ് തനിക്ക് തരപ്പെടുത്തി തന്നത് മുൻ SFI കായംകുളം ഏരിയ പ്രസിഡന്റ് അബിൻ രാജാണെന്ന് വ്യക്തമാക്കിയത്. കൊച്ചിയിലെ വിദേശ മാൻ പവർ ഏജൻസിയാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയത്. ഇതിനായി 2 ലക്ഷം രൂപ നൽകിയതായും പറഞ്ഞു.
അബിനിപ്പോൾ മാലിദ്വീപിൽ സർക്കാർ അധ്യാപകനായി ജോലി ചെയ്തു വരികയാണ്. കേസിൽ അബിനെയും പ്രതി ചേർക്കും. തന്റെ മൊബൈൽ ഫോൺ ഓടയിൽ എറിഞ്ഞു കളഞ്ഞെന്നാണ് നിഖിൽ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. വ്യാജരേഖ ചമച്ചതുൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് നിഖിലിനെതിരെ കായംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ന്യൂസ് 18 ആലപ്പുഴ. SFI നേതാവ് നിഖിൽ തോമസ് വ്യാജരേഖകൾ നൽകി കോളേജിന് അഡ്മിഷൻ നേടിയതിൽ കോളേജിനും അധ്യാപകർക്കും വീഴ്ച സംഭവിച്ചെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ഒരേ സമയം 2 സർവകലാശാലകളിൽ എങ്ങനെ പഠിക്കുമെന്ന് അവർ ആലോചിച്ചില്ല. സംഭവത്തിൽ കേരള സർവകലാശാലയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും മന്ത്രി. പക്ഷേ 3 വർഷം പഠിപ്പിച്ച ഒരു കുട്ടി പാസ്സായോ തോറ്റോ പിന്നെ അതേ സമയത്ത് അവനെ എങ്ങനെ വേറെ ഒരു സർവകലാശാലയിൽ പഠിക്കുന്നു എന്നൊക്കെ അറിയാനുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം അധ്യാപകർക്കുണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈക്വലൻസി സർട്ടിഫിക്കറ്റിൽ ഒരു വീഴ്ചയില്ല. ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് പരിശോധിക്കുന്നത് 2 സിലബസുകളും താരതമ്യം ചെയ്യാണ്. ഈ കുട്ടി പഠിച്ചു എന്ന് പറയുന്ന ആ സർവകലാശാലയുടെ സിലബസും നമ്മുടെ സർവകലാശാലയുടെ സിലബസും താരതമ്യം ചെയ്തിട്ട് സമാനതകൾ എത്രയുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈക്വലൻസി കൊടുക്കുന്നത്. അല്ലാതെ ഈ പ്രത്യേക വ്യക്തിയുടെ സർട്ടിഫിക്കറ്റ് അവിടെ പരിശോധിക്കുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഫെഡറൽ തത്വം അട്ടിമറിക്കാൻ ശ്രമമെന്ന് മന്ത്രി ആർ ബിന്ദു. ഗവർണർ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ ഇതിന്റെ ഭാഗമാണെന്നും മന്ത്രി. ഈ വിധി വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിധിയാണ്. കാരണം നേരത്തെ ഉണ്ടായ വിധി അതനുസരിച്ച് അധ്യാപകർക്ക് യാതൊരു വിധത്തിലും ഡെപ്യൂട്ടേഷന് എടുക്കാൻ പറ്റാത്തൊരു നിലയാണ് ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ സർവകലാശാലകളുടെ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ്, സ്റ്റുഡൻസ് ഡീൻ, അങ്ങനെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിലൊക്കെ അധ്യാപകർ തന്നെ ഡെപ്യൂട്ടേഷൻ എന്ന നിലയിലാണ് വരുന്നത്. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൽ റിസർച്ച് ഓഫീസേഴ്സ് എന്ന നിലയിൽ, അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് ഡെപ്യൂട്ടേഷൻ നിലയിലാണ് അധ്യാപകർ പ്രവർത്തിച്ചു പോന്നിരുന്നത്. അവരുടെയൊക്കെ മൊത്ത സർവീസിൻ്റെ ഭാഗമായിട്ട് ഈ ഡെപ്യൂട്ടേഷൻ കാലഘട്ടം കൂട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനൊന്നും അനുഭവ സമ്പത്തുള്ള അധ്യാപകരെ നമുക്ക് ലഭിക്കില്ല. അത് ഇപ്പോൾ ചെയ്തവർക്ക് തന്നെ വലിയ കോട്ടം സംഭവിച്ചിരുന്നു. അതുമാത്രമല്ല, റിസർച്ചിന് വേണ്ടി എടുക്കുന്ന ലീവുകളെ പോലും അധ്യാപനത്തിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് കൂട്ടിവെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു സമീപനമാണ്. കാരണം ഗവേഷണം നടത്തുക എന്നുള്ളത് അധ്യാപന ജീവിത കാലത്ത് മുഴുവൻ നിലനിർത്തേണ്ട ഒരു കാര്യമാണ്. ഗവേഷണാത്മകമായിട്ടുള്ള ഒരു അന്വേഷണ ത്വര എല്ലാ അധ്യാപകർക്കും ഉണ്ടാവേണ്ടതാണ്. അധ്യാപകർ ഗവേഷണം ചെയ്യേണ്ടതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അത് അവരുടെ സർവീസിൻ്റെ ഭാഗമായിട്ട് കൂട്ടില്ല എന്ന് വന്നാൽ അത് വളരെ പ്രതിലോമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഇപ്പം ഈ കോടതി വിധിയിലൂടെ അത് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പൊതുവിൽ അധ്യാപകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയാണ്. വാർത്തകൾ തുടരും ഇടവേളയ്ക്ക് ശേഷം. കെ സുധാകരനെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് മോൻസൺ മാവുങ്കൽ. കെ സുധാകരന് പണം നൽകിയിട്ടില്ല. പീഡനാരോപണമുയരുന്ന ദിവസങ്ങളിൽ സുധാകരൻ തന്റെ വീട്ടിലില്ലായിരുന്നു. സുധാകരൻ ഇതൊക്കെ വെറുതെ രാഷ്ട്രീയ നാടകങ്ങളല്ലേ? ഞാൻ പറഞ്ഞല്ലോ, സുധാകരൻ ഈ കേസുമായിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ല. അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇഡിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഷോർട്ട്ലി നിങ്ങൾ അറിയും. വളരെ ഇല്ലില്ല, അതൊക്കെ പിന്നീട് ഞാൻ പറയാം. ഏതെങ്കിലും തരത്തിൽ പണം കൊടുത്തിട്ടുണ്ടോ കെ സുധാകരന്? ഇല്ല. സുധാകരന് വേണ്ടി യാതൊരു സ്റ്റാഫർ സനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്താണ് മോൻസന്റെ പ്രതികരണം? ധന്യ, മോൻസന്റെ ജീവനക്കാരനായ ജോഷി പ്രതിയായ പോക്സോ കേസുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് മോൻസനെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കിയത്. ഈ ജോഷി പീഡിപ്പിച്ച വിവരം മോൻസൺ അറിഞ്ഞിട്ടും ഇക്കാര്യം തടയുന്നതിനോ മറ്റു നടപടികൾ ചെയ്യുന്നതിനോ തയ്യാറായില്ല എന്നതാണ് മോൻസനെതിരായ കുറ്റം. ഈ കേസിൽ ഹാജരായ ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ്
മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. കെ സുധാകരന്റെ എതിരായ കേസിന് പിന്നിൽ രാഷ്ട്രീയമാണ് എന്നാണ് മോൻസൺ ആരോപിക്കുന്നത്. ഒരു തരത്തിലുള്ള പണത്തിന്റെ ഇടപാടുകളും മോൻസൺ സുധാകരനുമായി ചെയ്തിട്ടില്ല. ഒപ്പം ഈ പീഡന ആരോപണവുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഉയർന്നിരുന്നു, ആ ആരോപണം ഉയർന്നിരുന്നു. അത്തരത്തിൽ പീഡനം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പീഡന ആരോപണം ഉന്നയിക്കപ്പെടുന്ന സമയത്ത് തന്റെ വീട്ടിൽ കെ സുധാകരൻ ഉണ്ടായിരുന്നില്ല എന്നും പറയുന്നു. എന്തായാലും കേസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് മടങ്ങിയത്. അടുത്ത 12ലേക്ക് ഈ കേസ് വീണ്ടും വെച്ചിട്ടുണ്ട്. നേരത്തെ ഇതേ അതിജീവിത നൽകിയ പരാതിയിൽ ജീവിതാവസാനം വരെ തടവിന് മോൻസൺ മാവുങ്കലിനെ എറണാകുളം പോക്സോ കോടതി വിധിച്ചിരുന്നു. ധന്യവാദം. ഈ കേസിൽ ഇനിയിപ്പോ ആരെയായിരിക്കും ചോദ്യം ചെയ്യാൻ സാധ്യത? ഈ കേസുമായി ബന്ധപ്പെട്ട് മോൻസന്റെ 2 ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വനിതാ ജീവനക്കാരുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ഇന്ന് നടപടിക്രമങ്ങൾ ചെയ്തത്. ഇതേ അതിജീവിത നൽകിയ പരാതിയിലാണ് എറണാകുളം പോക്സോ കോടതിയിൽ മോൻസൺ മാവുങ്കലിന് ശിക്ഷ വിധിച്ചത്. അന്ന് ഈ പീഡനം നടക്കുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരനാണ് ഈ ജോഷി തന്നെ അതിജീവിതയെ പീഡിപ്പിച്ചു എന്നാണ് ഈ കേസ് വന്നിരിക്കുന്നത്. മോൻസന്റെ ജീവനക്കാരനായ ജോഷി ഈ അതിജീവിതയെ പീഡിപ്പിച്ച കാര്യം മോൻസനെ അറിയിച്ചെങ്കിൽ പോലും അതിൽ ഉചിതമായ നടപടികൾ മോൻസൺ കൈക്കൊണ്ടില്ല എന്നതാണ് ആരോപണം ഉയരുന്നത്. എന്തായാലും ഈ കേസിലെ 2ാം പ്രതിയായാണ് മോൻസനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പെരുമ്പാവൂർ കോടതിയിലാണ് ഈ പോക്സോ കേസ് പരിഗണിക്കുന്നത്. 2 പോക്സോ കേസുകളും 2 കോടതികളിലായി മാറ്റുകയായിരുന്നു. മോൻസൺ 1ാം പ്രതിയായ കേസ് എറണാകുളം പോക്സോ കോടതിയിലും ജോഷി പ്രതിയായ കേസ് പെരുമ്പാവൂർ കോടതിയിലേക്കും മാറ്റുകയായിരുന്നു. എന്തായാലും നിലവിൽ ഉയർന്നു വന്നിരിക്കുന്ന കേസുകളിൽ സുധാകരനെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും മോൻസൺ മാവുങ്കൽ സംസാരിക്കുന്നത്. ശരി, നന്ദി അനീഷ്. വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ നിഖിൽ തോമസിനെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ പ്രതികരിച്ച പ്രതികരണത്തിലേക്ക്. നോക്കി വീടല്ലേ അതിനാണോ സർട്ടിഫിക്കറ്റ് നിഖില എന്താ പറയാനുള്ളത്? എന്തായാലും പറയാനുണ്ടോ? നോക്കി വീടല്ലേ മറ്റു വാർത്തകളിലേക്ക്. എറണാകുളം മഴുവന്നൂർ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ കോടതി വിധി നടപ്പാക്കുന്നതിനെ ചൊല്ലി തർക്കം. സുപ്രീം കോടതി വിധി നടപ്പാക്കാനെത്തിയ ഓർത്തഡോക്സ് സഭാ പ്രതിനിധികളെയും പോലീസിനെയും യാക്കോബായ വിശ്വാസികൾ തടഞ്ഞു. പള്ളിയിൽ 100 കണക്കിന് യാക്കോബായ വിശ്വാസികൾ പ്രതിഷേധവുമായി എത്തിയതോടെ വിധി നടപ്പാക്കാൻ കഴിയാതെ പോലീസ് പിൻവാങ്ങി.
ഇപ്പോൾ ചേർന്ന് യുക്രൈനിൽ യുദ്ധം ചെയ്ത റഷ്യൻ പട്ടാളവും റഷ്യയുടെ കൂലിപ്പട്ടാളവും തമ്മിൽ പോര്. യുക്രൈനിൽ നിന്ന് റഷ്യയിലേക്ക് വാഗ്നർ എന്ന കൂലിപ്പട്ടാളം കടന്നതോടെ സൈനിക അട്ടിമറി സാധ്യത ശക്തമായി. ദക്ഷിണ റഷ്യൻ മേഖല റോസ്തോവിലെ സൈനിക കേന്ദ്രം വാഗ്നർ സേന പിടിച്ചെടുത്തു. റഷ്യൻ പ്രതിരോധ മന്ത്രിയെ പുറത്താക്കുമെന്ന് വാഗ്നർ ഗ്രൂപ്പിന്റെ തലവൻ പ്രഖ്യാപിച്ചതോടെ റഷ്യയിലെ ഭരണ സംവിധാനങ്ങളും ആശങ്കയിലാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അടുപ്പക്കാരനായി അറിയപ്പെടുന്ന ആളാണ് വാഗ്നർ ഗ്രൂപ്പ് തലവൻ യെവ്ഗെനി പ്രിഗോഷിൻ എന്നതും ശ്രദ്ധേയമാണ്. യുദ്ധക്കളത്തിലെ മര്യാദകൾ പോലും അന്യമായ കൂലിപ്പട്ടാളത്തെ യുക്രൈനിലേക്ക് അയക്കുമ്പോൾ വ്ളാഡിമിർ പുടിൻ ഇങ്ങനെയൊരു നീക്കം പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. പ്രതിരോധ മന്ത്രി സെർജി ഷോയ്ഗുവിനെ പുറത്താക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് വാഗ്നർ സംഘത്തിന്റെ തലവൻ യെവ്ഗെനി പ്രിഗോഷിൻ കൂലിപ്പട്ടാളത്തിനൊപ്പം റഷ്യയിലേക്ക് തിരിച്ചത്. റോസ്തോവിലെ ദക്ഷിണ സൈനിക ആസ്ഥാനം പ്രിഗോഷിന്റെ നേതൃത്വത്തിൽ കൂലിപ്പട്ടാളം പിടിച്ചെടുക്കുകയും ചെയ്തു. റോസ്തോവ് നഗരത്തിലേക്ക് വാഗ്നർ സംഘം എത്തുന്നതിന്റെയും റോന്ത് ചുറ്റുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നു. റഷ്യയുടെ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടെന്നാണ് വാഗ്നർ ഗ്രൂപ്പിന്റെ അവകാശവാദം. യുക്രൈനിൽ വാഗ്നർ ഗ്രൂപ്പിന്റെ താവളങ്ങളിൽ റഷ്യൻ സേന മിസൈൽ ആക്രമണം നടത്തുകയും നിരവധി പേരെ കൊന്നൊടുക്കുകയും ചെയ്തെന്നാണ് പ്രിഗോഷിന്റെ ആരോപണം. ഇപ്പോൾ നടത്തുന്നത് സൈനിക കലാപമല്ല, നീതിക്കായുള്ള യാത്രയാണെന്നാണ് ഇവരുടെ വാദം. വാഗ്നർ സംഘം വെല്ലുവിളി ഉയർത്തി റഷ്യയിലേക്ക് പ്രവേശിച്ചതോടെ ക്രെംലിനിലും മോസ്കോയിലും സെന്റ് പീറ്റേഴ്സ്ബർഗിലും റഷ്യൻ സേന സുരക്ഷ ശക്തമാക്കി. പതിറ്റാണ്ടുകളായി വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് യെവ്ഗെനി പ്രിഗോഷിൻ. ഇയാളുടെ നീക്കത്തിൽ തന്നെ വിമത നീക്കം നടക്കുമ്പോൾ റഷ്യൻ ഭരണസിരാ കേന്ദ്രങ്ങൾ അങ്കലാപ്പിലാണ്. പ്രിഗോഷിനെ അറസ്റ്റ് ചെയ്യാനാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വാഗ്നർ സംഘത്തിന്റെ നീക്കം രാജ്യദ്രോഹമാണെന്നും തക്കതായ ശിക്ഷ നൽകുമെന്നും വ്ളാഡിമിർ പുടിൻ. ഏത് ഭീഷണിയിൽ നിന്നും രാജ്യത്തെ പ്രതിരോധിക്കും. ഭാവിക്ക് വേണ്ടിയാണ് റഷ്യയുടെ പോരാട്ടമെന്നും രാജ്യം ഒന്നിച്ചു നിൽക്കണമെന്നും പുടിൻ ആഹ്വാനം ചെയ്തു. പതിറ്റാണ്ടുകളായി വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് യെവ്ഗെനി പ്രിഗോഷിൻ. പുടിന്റെ ഷെഫ് അഥവാ കുഷ്ണിക്കാരൻ എന്നറിയപ്പെടുന്ന പ്രിഗോഷിന്റെ കൂലിപ്പട്ടാളം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സജീവമാണ്. ഈ പ്രിഗോഷിൻ തന്നെ റഷ്യൻ സേനയ്ക്കെതിരെ പടനീക്കം നടത്തുന്നതാണ് ലോകത്തെ ഞെട്ടിപ്പിക്കുന്നത്. സോവിയറ്റ് റഷ്യയിൽ പുടിന്റെ ജന്മദേശമായ സെന്റ് പീറ്റേഴ്സ്ബർഗ് തന്നെയാണ് പ്രിഗോഷിന്റെയും ജന്മനാട്. സോവിയറ്റ് യൂണിയന്റെ പുകൾപ്പെട്ട KGBയുടെ മിടുക്കനായ ഉദ്യോഗസ്ഥനായി പുടിൻ പേരെടുക്കുമ്പോൾ പ്രിഗോഷിൻ ജയിലിലാണ്. യൗവനകാലത്ത് പ്രിഗോഷിന്റെ മിടുക്ക് മോഷണത്തിലായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിൽ ജയിൽ മോചിതനായ പ്രിഗോഷിൻ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഹോട്ട് ഡോഗ് കച്ചവടക്കാരനായി. ചെറിയ കച്ചവടം പച്ചപിടിച്ചപ്പോൾ പിന്നെ ഹോട്ടൽ ശൃംഖലയിലേക്ക്. 90കളുടെ അവസാനം പുടിൻ റഷ്യൻ ഭരണത്തലപ്പത്തേക്ക് ചുവടുകൾ വയ്ക്കുമ്പോൾ കച്ചവടത്തിൽ പ്രിഗോഷിനും വച്ചടി കയറ്റം. ആകസ്മികമായി പ്രിഗോഷിന്റെ ആഡംബര ഹോട്ടലെത്തിയപ്പോൾ പരിചയപ്പെട്ട ഇരുവരും പിന്നെ ഉറ്റ സുഹൃത്തുക്കളായി. അന്താരാഷ്ട്ര നേതാക്കൾ വിരുന്നിനെത്തുമ്പോൾ പുടിന്റെ അടുക്കള ചുമതല പ്രിഗോഷിനാണ്. 2014 പുടിന്റെ ആശീർവാദത്തോടെ സ്വകാര്യ സേനയ്ക്ക് പ്രിഗോഷിൻ രൂപം നൽകിയത്. സിറിയയിലും ലിബിയയിലുമെല്ലാം റഷ്യൻ സേനയോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തനം. എന്നാൽ വാഗ്നറിന്റെ തനി സ്വരൂപം ആഫ്രിക്കയിലാണ്. സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലെയും സുഡാനിലെയും സ്വർണ്ണഖനികളുടെ കാവൽക്കാരാണ് വാഗ്നർ കൂലിപ്പട്ടാളം. അമേരിക്കൻ കമ്പനികൾക്ക് വരെ കാവൽ പ്രിഗോഷിന്റെ പടയാണ്. ഇതിനേക്കാളേറെ കൗതുകം വർഷങ്ങൾക്ക് മുമ്പിൽ റഷ്യയിൽ പ്രിഗോഷിൻ നേടിയ ഒരു കരാറാണ്. റഷ്യൻ സൈനികർക്ക് റേഷൻ വിതരണം ചെയ്യുന്നതിനുള്ള കരാർ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈജിപ്തിലേക്ക്. ഉച്ചയോടെ മോദി കെയ്റോയിലെത്തും. 1-ാം ലോക മഹായുദ്ധത്തിൽ വീരമൃത്യു വരിച്ച 4000 ഇന്ത്യൻ സൈനികരുടെ സ്മാരകത്തിൽ ആദരമർപ്പിച്ചാണ് ദ്വിദിന സന്ദർശനം ആരംഭിക്കുക. ഇതാദ്യമായാണ് മോദി ഈജിപ്ത് സന്ദർശിക്കുന്നത്. ഈജിപ്ത് പ്രസിഡന്റ് ഫത്താഹ് അൽ സിസിയുമായി മോദി ചർച്ച നടത്തും. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ പകർച്ചപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി ഡ്രൈ ഡേ സംഘടിപ്പിക്കുന്നു. കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് നിർദ്ദേശം. നാളെ വീടുകളിൽ ശുചീകരണം നടത്തണം. അതേസമയം സംസ്ഥാനത്ത് പകർച്ചപ്പനിക്ക് ശമനമില്ല. ഇന്നലെയും 13,000-ലേറെ പേർക്ക് പനി ബാധിച്ചു. 3 പേർ മരിച്ചു. 125 പേർക്ക് ഡെങ്കിപ്പനിയും 8 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. സാംക്രമിക രോഗങ്ങൾ ബാധിച്ച് ഈ മാസം മരണത്തിന് കീഴടങ്ങിയവരുടെ എണ്ണം 42 ആയി.
സാധാരണക്കാരനെ പോക്കറ്റ് കാലിയാക്കി പച്ചക്കറി വില കുതിക്കുന്നു. ഓരോ ദിവസവും തക്കാളി, വെണ്ട, പച്ചമുളക്, ഇഞ്ചി എന്നിവയ്ക്കൊക്കെ 10ഉം 20ഉം രൂപ വീതമാണ് കൂടുന്നത്. മറ്റു പച്ചക്കറികളുടെ വിലയും കുതിക്കുകയാണ്. തോന്നും പോലെയാണ് വിപണിയിലെ വില. ഒരേ സാധനത്തിന് ഒരേ മാർക്കറ്റിൽ തന്നെ പല വില. ഉദാഹരണത്തിന് പയർ. ഒരാഴ്ച മുൻപ് വരെ നാടൻ പയറിന് 70ഉം മൈസൂർ പയറിന് 50ഉം കട്ടപ്പന പയറിന് 60ഉമായിരുന്നു. അതിപ്പോൾ 80, 90, 100 ഇങ്ങനെ വില പറക്കുകയാണ്. ഉൽപാദനം കുറവാണ് ഒന്ന്. രണ്ടാമത് സ്കൂൾ തുറക്കുന്ന ടൈം, സാധനങ്ങൾ ആൾക്കാർക്ക് ഒരുപാട് ആവശ്യമുണ്ട്. വരുമ്പോഴത്തേക്ക് ഉൽപാദനം കുറവാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് വില കൂടും. കച്ചവടം എങ്ങനെയുണ്ട്? ആൾക്കാർ വില കൂടുമ്പോഴത്തേക്ക് അതിൻ്റെയുള്ള കച്ചവടം കുറവ് തന്നെയാണ്. തക്കാളി 60, ഇഞ്ചി 200, ബീൻസ് 120, ക്യാരറ്റ് 80, വെണ്ടയ്ക്ക 50, പച്ചമുളക് 95, ബീട്രൂട്ട് 50. ഒന്നിനുമില്ല ഒരു കുറവും. 1ഉം 2ഉം രൂപയുടെ വർധനയല്ല, ഇരട്ടിയും രണ്ടിരട്ടിയും അതിലുമേറെയും വില കൂടുന്നു. റോക്കറ്റ് പോലെ വില കുതിക്കുമ്പോൾ തളർന്നിരിക്കുകയാണ് ജനം. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ട് തന്നെ. നല്ല കൂടുതലാണ്. നമ്മുടെ ബഡ്ജറ്റിലൊന്നും ഒതുങ്ങുന്നതല്ല. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ജീവിച്ച് മുമ്പോട്ട് എല്ലാത്തിനും വില കൂടുതലാണ്. ബസ്സിനായാലും ഓട്ടോയ്ക്കായാലും എന്തിനായാലും കയറുമ്പോൾ ചാർജ് കൂടുതലാണ്. ഒരു മാസം നേരത്തെ തന്നെ ഇപ്പോൾ ഇരട്ടിയാവുന്നുണ്ട്. ഓരോ ദിവസവും ഒരു 500 രൂപ എങ്കിലും കൊണ്ടുവന്നാൽ ഒന്നും ആവത്തില്ല. ട്രോളിംഗ് നിരോധനം, കുതിച്ചുയരുന്ന ചിക്കൻ വില, ഇതിനിടയിലാണ് സാധാരണക്കാരുടെ പോക്കറ്റ് കീറുന്ന പച്ചക്കറി വില വർധനയും. പെട്രോൾ, ഡീസൽ, പാചകവാതകം, എന്തിനേറെ പറയുന്നു, വൈദ്യുതിയും വെള്ളക്കരവും വരെ വർദ്ധിപ്പിച്ചു. വില കൂട്ടുന്നതിൽ ആരും പിന്നിലല്ല. ഇനിയും ഏതറ്റം വരെ മുണ്ടുമുറുക്കണമെന്നാണ് സാധാരണക്കാർ ചോദിക്കുന്നത്. സി വിനോദിനൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18, തിരുവനന്തപുരം. മലപ്പുറം മുണ്ടുപറമ്പ് ബൈപ്പാസിൽ ലോറി കാറിനും ബൈക്കിനും മുകളിലേക്ക് മറിഞ്ഞ അപകടം. വാഹനങ്ങൾക്കടിയിൽ കുടുങ്ങിയ 2 പേരെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. ഇവരെ മഞ്ചേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ഭാരം കയറ്റുവന്ന ലോറി നിയന്ത്രണം വിട്ട് മുണ്ടുപറമ്പ് വളയിൽ വെച്ച് മറിയുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. പിന്നോട്ടെടുത്ത വാഹനമിടിച്ച് മധ്യവയസ്കന് ദാരുണാന്ത്യം. ആലുവ അമ്പാട്ട് ജംഗ്ഷനിൽ ഇന്ന് പുലർച്ചെയാണ് അപകടം. പുല്ലാരിമംഗലം മുഹിയുദ്ദീൻ മുസ്ലിയാറാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. റോഡിലൂടെ നടക്കുമ്പോൾ റിവേഴ്സ് എടുത്ത വാഹനം ഇടിക്കുകയായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വയനാട് തിരുനെല്ലിയിലെ ഭീതിയിലാക്കിയ കടുവ കൂട്ടിലായി. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ കടുവ അകപ്പെട്ടത്. കടുവയെ പിന്നീട് ഉൾക്കാട്ടിൽ വിട്ടയച്ചു. തിരുനെല്ലി പഞ്ചായത്തിലെ പനവല്ലി പ്രദേശത്തെ ഭീതിയിലാക്കിയ കടുവയാണ് കൂട്ടിലായത്. വനംവകുപ്പ് കൂട് സ്ഥാപിച്ച് 7ാം ദിനമാണ് കടുവ കൂട്ടിലകപ്പെട്ടത്. 2 ആഴ്ച മുൻപാണ് പനവല്ലിയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. 3 പശുക്കളെയാണ് കടുവ കൊന്നു തിന്നത്. ആദ്യഘട്ടത്തിൽ ക്യാമറ സ്ഥാപിച്ചായിരുന്നു നിരീക്ഷണമെങ്കിലും കടുവയുടെ വ്യക്തതയുള്ള ചിത്രം ലഭിച്ചിരുന്നില്ല. തുടർന്ന് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ വനംവകുപ്പ് കൂട് സ്ഥാപിക്കുകയായിരുന്നു. വനംവകുപ്പ് വെറ്റിനറി ഡോക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം കടുവയെ പുലർച്ചെയോടെ കർണാടക വനാതിർത്തിയിൽ ഉൾവനത്തിൽ വിട്ടയച്ചു. നോർത്ത് വയനാട് ഡിഎഫ്ഒ മാർട്ടിൻ ലോവൽ, സൗത്ത് വയനാട് ഡിഎഫ്ഒ ഷജ്ന കരീം, ബേഗൂർ റേഞ്ച് ഓഫീസർ കെ രാകേഷ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരായ ജയേഷ് ജോസഫ്, അബ്ദുൽ ഗഫൂർ തുടങ്ങിയവരും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് 18 വയനാട്. തിരുവനന്തപുരം മൃഗശാല അധികൃതരെ വട്ടം ചുറ്റിച്ച് ചാടിപ്പോയ ഹനുമാൻ കുരങ്ങ് 10 ദിവസമായിട്ടും താഴെയിറങ്ങിയിട്ടില്ല. ജാമ്യം കിട്ടിയ പ്രതി തിരിച്ചുവരാത്ത പോലത്തെ പരിപാടിയാണ് കുരങ്ങിൻ്റെത്. തുറന്നു കൂടുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറ്റി
അതേ മൃഗശാല ജീവനക്കാർ ചെയ്തുള്ളൂ. ഇപ്പോൾ മാനത്തും മരക്കൊമ്പിലും നോക്കി നടപ്പാണ് കുരങ്ങിനെ പിടിക്കാൻ. കുരങ്ങാകട്ടെ ബെയിൻസ് കോമ്പൗണ്ട്, മസ്കറ്റ് ഹോട്ടൽ വളപ്പ്, പബ്ലിക് ലൈബ്രറി എന്നിവിടങ്ങളിലായി ചുറ്റിക്കറങ്ങുകയാണ്. ഇതിനിടെ 2 തവണ മൃഗശാല വളപ്പിൽ പ്രവേശിച്ച ശേഷം ചാടിപ്പോയി. കൂടണയാനെത്തുന്ന കാക്കകൾക്ക് കുരങ്ങിനെ തീരെ പിടിക്കുന്നില്ല. മൃഗശാല ജീവനക്കാർ നൂലിൽ കെട്ടി പഴങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. തളിരിലകളും കുരങ്ങ് ഭക്ഷിക്കുന്നു. പെൺകുരങ്ങാണ് കൂട്ടിൽ നിന്നും ചാടിപ്പോയത്. സാധാരണ നിലയിൽ ഇണയെ വിട്ടുപോകാത്ത ഇനത്തിലെ കുരങ്ങ് വർഗത്തിൽപ്പെട്ടതാണിത്. പക്ഷേ എന്തുകൊണ്ടോ ഇണയുടെ അടുത്തേക്കും പോകുന്നില്ല. മനുഷ്യനായാലും കുരങ്ങായാലും സ്വാതന്ത്ര്യമാണല്ലോ വലുത്. ന്യൂസ് 18 തിരുവനന്തപുരം. മലയാള ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ AMMAയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ നടക്കും. ജൂൺ 25-ന് നടക്കുന്ന വാർഷിക ജനറൽ ബോഡിക്ക് മുന്നോടിയായുള്ള എക്സിക്യൂട്ടീവ് യോഗമാണ് ചേരുന്നത്. നിർമ്മാതാക്കൾ വിലക്ക് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടൻ ശ്രീനാഥ് ഭാസി സംഘടനയിൽ അംഗത്വമെടുക്കാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇത് യോഗത്തിൽ ചർച്ചയാകും. സംഘടനയുമായി അകന്നു നിന്നിരുന്ന മറ്റു ചില യുവതാരങ്ങളുടെ അപേക്ഷയും എക്സിക്യൂട്ടീവിന് കിട്ടിയിട്ടുണ്ട്. ഇവരെ ഉൾപ്പെടുത്തണോ എന്ന് എക്സിക്യൂട്ടീവ് ഇന്ന് തീരുമാനിക്കും. വിലക്ക് നേരിടുന്ന താരങ്ങളെ സംഘടനയിൽ ഉൾപ്പെടുത്തുന്നതിനോട് ഒരു വിഭാഗം അംഗങ്ങൾക്ക് വിയോജിപ്പുണ്ട്. നിലവിലുള്ള ചിത്രങ്ങളുടെ ഡബ്ബിംഗ് പൂർത്തിയാക്കിയ ശേഷം മാത്രം ഷെയ്ന്റെ കാര്യത്തിൽ ചർച്ചയാകാമെന്നാണ് നിർമ്മാതാക്കളുടെ നിലപാട്. CITU സ്വകാര്യ ബസ്സിനു മുന്നിൽ കൊടികുത്തിയ സംഭവത്തിൽ ഉടമയ്ക്ക് അനുകൂലമായി ഹൈക്കോടതി വിധി. ബസ് സർവീസ് നടത്താൻ സംരക്ഷണം വേണമെന്നാണ് കോടതി ഉത്തരവ്. അതേസമയം കോടതി ഉത്തരവ് ഉണ്ടായിട്ടും മുന്നിലെ സമരപന്തൽ പൊളിച്ചുമാറ്റാൻ CITU തയ്യാറായില്ല. ശമ്പള വർധന നൽകാതെ സഹകരിക്കാനാകില്ല എന്ന് CITU വ്യക്തമാക്കി. കോട്ടയത്തെ ഒരു ബസ് ഉടമയുടെ സമരം ഇതിനകം വാർത്തകളിൽ ഇടം പിടിച്ചതാണ്. ആ ബസ് സമരത്തിൽ, ആ ഉടമയുടെ സമരത്തിലാണ് പുതിയൊരു വഴിത്തിരിവുണ്ടായത്. ഹൈക്കോടതി ഈ ബസ് ഉടമയ്ക്ക് അനുകൂലമായിട്ട് വിധി വന്നിരിക്കുകയാണ്. അതായത് ഈ ബസ് സർവീസിന് സംരക്ഷണം കൊടുക്കണം എന്നുള്ളതാണ് വിധി. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പുതിയ തർക്കം, ഈ ബസ്സിന് മുന്നിൽ ഈ CITUവിന്റെ ഒരു സമര പന്തൽ യഥാർത്ഥത്തിലുണ്ട്, കൊടികളും മറ്റും കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ആര് അഴിച്ചു മാറ്റും എന്നുള്ള ഒരു തർക്കം ഇവിടെ ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. CITU ഇത് അഴിച്ചു മാറ്റാൻ തയ്യാറല്ല, അത് വേണമെങ്കിൽ മറ്റാളെ കൊണ്ട് അഴിച്ചു മാറ്റട്ടെ എന്നുള്ളതാണ് CITUവിന്റെ മുതിർന്ന നേതാവ് തന്നെ, ജില്ലയിലെ മുതിർന്ന നേതാവ് തന്നെയായ സത്യനേശൻ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. പന്തലും കൂടിയൊക്കെ ഞങ്ങൾ മാറ്റേണ്ട കാര്യമില്ലല്ലോ, അതൊന്നും കോടതി വിധി പറയുന്നില്ല. നിങ്ങളിത് വായിച്ചു നോക്കുക. ഞങ്ങൾ പന്തലും കൂടിയൊക്കെ പൊളിക്കാൻ ആളുകൾ കിട്ടുമല്ലോ ഇവർക്ക്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, 175 രൂപ 2 തൊഴിലാളിക്ക് 350 രൂപ കൊടുക്കേണ്ട സ്ഥാനത്താണ് 1 ലക്ഷം രൂപയോളം മുടക്കി ഇന്നലെ പോയി ഈ സ്റ്റേ ഇത് മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ മനോഭാവം ഒന്ന് ആലോചിച്ചാൽ മതി. അയാളെ ഞങ്ങൾ സഹായിക്കാൻ നിൽക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ ആരെങ്കിലും വെച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം, ഞങ്ങളതിന് തടസ്സമൊന്നുമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന അവരുടെ ശമ്പള വർധനയാണ്. ഈ വർദ്ധിപ്പിച്ച ശമ്പളം നൽകിയാൽ തങ്ങൾ ഇതുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന ആവശ്യവുമായാണ് തൊഴിലാളികൾ, ഈ ബസ്സിലെ കണ്ടക്ടർ രംഗത്ത് വന്നത്. ജില്ലാ ലേബർ ഓഫീസറെ കൂട്ടിയ ശമ്പളം കൂട്ടിത്തരുക, 175 രൂപ തന്നാൽ നമുക്ക് പരാതിയൊന്നുമില്ല. ആ കൂട്ടിത്തരണമെന്നുള്ള ഡിമാൻഡാണ് ഞങ്ങൾ വെച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ വണ്ടി തടയാനൊന്നും പോയിട്ടില്ല. കോടതി ഉത്തരവായിക്കിട്ട് ഞങ്ങൾ മാറി, പന്തലിൽ നിന്ന് മാറിയിരിക്കുക, പിള്ളേരുടെ അടുത്ത് നോക്കളാനും പറഞ്ഞു. എന്നാൽ ഈ വാദങ്ങളെല്ലാം ഈ ഉടമയായ ഉണ്ണി എന്ന ഇതിന്റെ ഉടമ തള്ളുകയാണ്. ഈ ലേബർ ഓഫീസിൽ നടന്ന ചർച്ചയിൽ ഇതിന്റെ വേതന വർധനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഉറപ്പ് ഉണ്ടായിട്ടില്ല. തൊഴിൽ നൽകണം എന്ന കാര്യത്തിൽ മാത്രമാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത് എന്നുള്ള രേഖയാണ് അദ്ദേഹം കാണിക്കുന്നത്. മാത്രവുമല്ല, തന്നെ CITU നേതാക്കൾ തന്നെ ഇടപെട്ട് ഭീഷണിപ്പെടുത്തുന്നതായും ഉണ്ണി ആരോപിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിലാണ് ഈ കാണിക്കുന്നത്, ലേബർ ഓഫീസറായിട്ട് ഒപ്പിട്ട വ്യവസ്ഥയെ കാണിക്കുന്നത്. ഇത് നിങ്ങൾ ജനങ്ങൾക്ക് ഇട്ടുകൊടുത്തിട്ട് പറയണം, ഇതിൽ എന്തെങ്കിലും ശമ്പള വ്യവസ്ഥയാണോ പറയുന്നത്, തൊഴിൽ കൊടുക്കാനാണോ പറയുന്നത്? കാരണം ഇപ്പം എന്റെ ബാക്കി ബസ്സുകൾ 3 ഓടുന്നുണ്ട്, അതിവിടെ വരും. അതുകൂടാതെ എന്റെ ബസ്സിൽ ഇന്ന് സർവീസ് ചെയ്യുന്നത് ഈ സംഘടനയുടെ CITU സംഘടനയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ട്രഷറാണ് കണ്ടക്ടർ. അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ, ഇതേ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ 875 രൂപ ശമ്പളം കിട്ടുമ്പോൾ ഇന്നലെ വരെ എന്റെ വണ്ടിയിൽ 925 കിടന്നു. അങ്ങനെ അദ്ദേഹവും എന്റെ വണ്ടിയിലാണ് സർവീസ് ചെയ്യുന്നത് ഇപ്പോഴും. അങ്ങനെ എന്റെ വണ്ടിയിൽ ഇപ്പോൾ നിലവിൽ 4 CITU തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ CITU തൊഴിലാളികൾക്ക് ആർക്കും ഇല്ലാത്ത വിഷമം ഈ ഒരു CITU തൊഴിലാളികൾക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. അരിയാരം കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് ഉത്തരവാണ് ഈ കാണിക്കുന്നത്. അതുപോലെ കോടതി ഇതിനകത്ത് എവിടെയെങ്കിലും ശമ്പള വർധന ആണോ പറഞ്ഞിരിക്കുന്നത്, തൊഴിൽ കൊടുക്കാനാണോ പറഞ്ഞിരിക്കുന്നത് നോക്കണം.
എന്തായാലും ഈ സമരം വലിയ ശ്രദ്ധ ആകർഷിച്ച ഒരു സമരമാണ്. കോടതിയിൽ വലിയ ഇതായി നിൽക്കുന്ന സമരമാണ്. ഇനി ഇത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും വിദേശത്തൊക്കെ ജോലി ചെയ്ത് നാട്ടിലെത്തി ഈ ബസ് സർവീസ് നടത്തുന്ന ആളാണ്. മറ്റു 3 ബസ്സുകൾ ഓടുന്നുണ്ട്. അവിടുത്തെ തൊഴിലാളികൾക്കൊന്നുമില്ലാത്ത തർക്കം ഈ ഒരു ബസ്സിലെ തൊഴിലാളികൾക്ക് മാത്രം എങ്ങനെ ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഉടമ ഉണ്ണി ചോദിക്കുന്നത്. എന്തായാലും പോലീസ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള ശ്രമമാണ് തുടരുന്നത്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ഡ്യൂട്ടിക്കിടെ അപകടത്തിൽ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥന് ആനുകൂല്യങ്ങൾ അനുവദിക്കാത്തതിൽ സേനയ്ക്കുള്ളിൽ പ്രതിഷേധം. തപാൽ ഡ്യൂട്ടി ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമാകില്ല എന്നാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നത്. ഇടുക്കി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനായ ജോളി ജോർജിനാണ് തപാൽ ഡ്യൂട്ടിക്കിടെ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റത്. എന്നാൽ സർവീസ് ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ടുള്ള പോലീസ് ആസ്ഥാനത്തിന്റെ ആവശ്യത്തോട് നിയമപ്രശ്നം ചൂണ്ടിക്കാട്ടി അനുകൂല നിലപാടല്ല അഡീഷണൽ ചീഫ് സെക്രട്ടറി സ്വീകരിച്ചത്. തപാൽ ഡ്യൂട്ടി ഔദ്യോഗിക കൃത്യനിർവഹണമായി പരിഗണിക്കാൻ കഴിയില്ലെന്നാണ് ഡിജിപിക്കുള്ള കത്തിൽ വ്യക്തമാക്കുന്നത്. 175 ദിവസത്തെ അവധി ശമ്പളവും മറ്റാനുകൂല്യങ്ങളും ഉൾപ്പെടുത്തി ക്രമീകരിക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ നിയമപ്രകാരം അനുവദിക്കപ്പെട്ടിട്ടുള്ള അവധി ദിനങ്ങളായി പുനഃക്രമീകരിക്കണം അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു. 175 ദിവസത്തെ അവധി ഇത്തരത്തിൽ പുനഃക്രമീകരിക്കാൻ കഴിയാത്തതിനാൽ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും നഷ്ടമാകുന്ന നിലയാണ്. തപാൽ ഡ്യൂട്ടി എന്തുകൊണ്ട് ഔദ്യോഗിക കൃത്യനിർവഹണം ആകുന്നില്ല എന്ന ചോദ്യമാണ് സേനാംഗങ്ങളിൽ നിന്ന് ഉയരുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. തലസ്ഥാനത്ത് കോർപ്പറേഷൻ പരിധിയിലെ റോഡുകൾ കാരണം ജനം അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല. പലയിടത്തും പുറത്തിറങ്ങാനാകാതെ വീട്ടുകാർ ബന്ദികളായ അവസ്ഥയാണ്. റോഡും കുഴികളും തിരിച്ചറിയാനാകാതെ അപകടത്തിൽപ്പെടുന്നവരും നിരവധിയാണ്. വികസനത്തിന്റെ പേരിൽ ആരംഭിച്ച റോഡ് പണി വർഷങ്ങൾ പിന്നിട്ടതോടെ കാൽനട യാത്രക്കാർ പോലും ദുരിതത്തിലാണ്. ആദ്യം സീവേജ് പൈപ്പ്, പിന്നെ കുടിവെള്ള പൈപ്പ്, ഇപ്പോൾ KCBയുടെ ലൈൻ മാറ്റൽ. ഇതെല്ലാം കഴിയുമ്പോൾ റോഡുകൾ ഏകദേശം ഈ ഗതിയായി മാറും. തലസ്ഥാനത്തെ ഇഴഞ്ഞു നീങ്ങുന്ന വികസനം ജനങ്ങൾക്കൊരു പണിയായി മാറിയിരിക്കുകയാണ്. പറയാൻ വരുന്നത് കോർപ്പറേഷൻ പരിധിയിലെ റോഡുകളുടെ കഥയാണ്. മെഡിക്കൽ കോളേജിന് പിന്നിൽ മഞ്ചാടി മുതൽ കുഞ്ചുവീട് നഗറും അതും കഴിഞ്ഞ് പൂന്തി റോഡ് വരെയുള്ള റോഡ് പൊളിച്ചിട്ട് 4 വർഷമായി. 2019 സീവേജ് പൈപ്പിടാനാണ് ആദ്യം കുഴിയെടുത്തത്. പിന്നെ കൊറോണ കാലം വന്നു, മഴ വന്നു, വെയിൽ വന്നു. കഴിഞ്ഞുപോയ വർഷങ്ങൾ സമ്മാനിച്ച ദുരിതം ചെറുതല്ല. മഴ പെയ്താൽ ഇതിലെ പോകാൻ നോക്കൂല, വെള്ളം തന്നെ. സ്കൂളിൽ പോണ കുട്ടികൾക്കൊക്കെ എല്ലാവരും ഇപ്പം അവിടെ വരണം. കാരണം ഇത് വണ്ടി വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ എല്ലാവരും ജംഗ്ഷനിൽ നിന്ന് മഴ സമയമാകുമ്പോൾ കുട്ടികളെ എടുത്തോണ്ടാ പോകുന്നത്. പാട്. പിന്നെ ഇവിടെ ക്രാബ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ RCC പേഷ്യൻസിനുള്ള. അപ്പൊ അവർക്ക് ഓട്ടോ വരില്ല. അവർ ഓട്ടോ മെയിൻ റോഡിൽ നിർത്തിയിട്ട് അങ്ങനെ പറയും. പൊടിയെന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യന്മാർക്ക് ഇതുവഴി നടന്നു പോകാൻ പറ്റൂല. കാരണം മനുഷ്യന്മാർക്ക് പോകാനും പറ്റൂല, വണ്ടിക്കും പോകാൻ പറ്റൂല. ചില സമയങ്ങളിൽ വെള്ളപ്പൊക്കം ആകുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ആൾക്കാർ പയ്യന്മാരാണ് അവരെ ഇക്കരെ നിന്ന് പിടിച്ച് അക്കരോട്ട് കൊണ്ടുവിടുന്നത്. ആ ഒരു അവസ്ഥയാണ്. ചേട്ടാ പടിഞ്ഞാറ്റിലൊന്ന് പോവോ? ഇല്ല പറ്റില്ല. ചേട്ടാ അത്രയും കുണ്ടും കുഴിയല്ലേ, നടുപടിയെന്ന് പോകാൻ പറ്റില്ല. ഇതാണ് കുമാരപുരത്തിനടുത്തുള്ള പടിഞ്ഞാറ്റ ലൈൻ. തകർന്ന് തരിപ്പണമായിട്ട് വർഷം 4. ഓട്ടോ പോലും വരാൻ മടിക്കുന്ന ഈ റോഡിൽ സർക്കസ് പഠിച്ചാലേ യാത്ര ചെയ്യാനാകൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ റോഡ് പൊട്ടിച്ചിട്ട് ഇപ്പം ഏകദേശം 2 വർഷമായി. ഇതുവരെ ശരിയാക്കി തരുന്നില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. താഴെ കൗൺസിലറൊക്കെ വരും, അവിടെ ഓരോരുത്തർ ചെന്ന് ചോദിക്കുമ്പോൾ ഉടനെ ശരിയാവും. ഈ പറയണല്ലാതെ ഇതുവരെ നടന്നിട്ടില്ല. ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. കാര്യം മഴ പെയ്തത് മൊത്തം വെള്ളക്കെട്ടാണ്. വെള്ളക്കെട്ടുന്ന കൊച്ചുകുട്ടികളെ മറ്റേ 2 വീലറിലൊക്കെയാണ് കൊണ്ടുപോകണത്. രാവിലെ സ്കൂളിൽ കൊണ്ടുപോകണം. ആ പോകുന്ന സമയത്ത് തന്നെ എത്രയോ കുട്ടികൾ കൊണ്ടുപോകും. അതായത് ഈ അപ്പുറത്തെ റോഡ്, അമൃതശങ്കർ റോഡ്, അവിടെ ഇതാണ് സംഭവിച്ചത്. സത്യം പറഞ്ഞാൽ ഇറങ്ങി വരാനും പറ്റില്ല, കയറി പോകാനും പറ്റില്ല, ഒരു സ്കൂളിന് പോകാൻ പറ്റില്ല, ഒരു വണ്ടിയുടെ സസ്പെൻഷനും എല്ലാം പോയി കിടക്കുകയാണ്. നവീകരണം കാത്ത് എണ്ണിയാൽ ഒടുങ്ങാത്ത റോഡുകൾ ഇനിയും തലസ്ഥാനത്തുണ്ട്. കൂടാതെ സ്മാർട്ടാകാത്ത റോഡുകൾ വേറെയും. പരാതി പറഞ്ഞ് ഒടുവിൽ നാട്ടുകാരും മടുത്തു. ക്യാമറാമാൻ ബിബിൻ മുരളിക്കൊപ്പം നന്ദകുമാർ, ന്യൂസ് 18
തിരുവനന്തപുരം. വയനാട് ഇരുളത്തെ ഭൂസമരം ശക്തമാക്കാൻ തീരുമാനിച്ച ആദിവാസി ഐക്യവേദി. രണ്ടാം ഘട്ട സമരത്തിന്റെ തുടക്കമെന്ന നിലയിൽ തിങ്കളാഴ്ച വയനാട് കലക്ടറേറ്റിലേക്ക് ഭൂരഹിത ആദിവാസി കുടുംബങ്ങൾ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും. വയനാട്ടിലെ പൂതാടി പഞ്ചായത്തിലെ മരിയനാടുള്ള കേരള വനവികസന കോർപ്പറേഷന്റെ കീഴിലെ കാപ്പിത്തോട്ടത്തിലാണ് ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾ കഴിഞ്ഞ വർഷം കുടിൽകെട്ടി സമരം ആരംഭിച്ചത്. ഭൂരഹിതരായ ആദിവാസികൾക്ക് വിതരണം ചെയ്യാൻ സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ച് മാറ്റിവെച്ച ഭൂമിയിലാണ് ആദിവാസി ഐക്യസമിതിയും ഗോത്രമഹാസഭ, AKS തുടങ്ങിയ വിവിധ ആദിവാസി സംഘടനകളും ഒരു വർഷമായി കുടിൽകെട്ടി സമരം നടത്തുന്നത്. മരണത്തിന്റെ വക്കിൽ നിന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഒരു അടച്ചുറപ്പുള്ള വീടുണ്ടെങ്കിൽ, വെളിച്ചമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ എന്തായാലും വെളിച്ചത്തിലെങ്കിലും ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ഓരോ കുട്ടികളും, ഈ 58 കുട്ടികളും, ഇവിടുന്ന് പോകുന്ന ഓരോ കുട്ടികളും മെഴുകുതിരി വെട്ടത്തിലാണ് ഇവിടെ പഠിക്കുന്നത്. ആദിവാസി ഐക്യവേദിയുടെ 530 കുടുംബങ്ങളാണ് കുടിൽകെട്ടി സമരഭൂമിയിൽ തുടരുന്നത്. കുടുംബങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കാത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് രണ്ടാം ഘട്ട സമരം. തിങ്കളാഴ്ച കളക്ടറേറ്റ് പടിക്കൽ ഉപരോധ സമരവും കുടിൽകെട്ടി സമരവും നടത്തുമെന്ന് ആദിവാസി ഐക്യവേദി നേതാക്കൾ പറയുന്നു. ന്യൂസ് 18 വയനാട്. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. വയനാട് കൽപ്പറ്റയിൽ KSRTC സ്വിഫ്റ്റ് ബസ് ലോറിയുമായി കൂട്ടിയിടിച്ചു. രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്ന് മാനന്തവാടിയിലേക്ക് വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ വിഭാഗത്തിനെതിരെയുള്ള സിറോ മലബാർ സഭ സിനഡിന്റെ പരാമർശങ്ങൾ വിവാദമാകുന്നു. വൈദികരുൾപ്പെടെയുള്ള വിമത വിഭാഗത്തിന് തീവ്രവാദി സംഘടനകളുമായി ബന്ധമുണ്ടെന്നാണ് പ്രധാന ആരോപണം. കോട്ടയം മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടർക്കെതിരായ അതിക്രമ പരാതിയിൽ അന്വേഷണം വൈകിപ്പിച്ച SIക്കെതിരെ നടപടി വന്നേക്കും. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ SI സുധി K സത്യപാലിനെതിരെയാണ് ജില്ലാ പോലീസ് മേധാവി K കാർത്തിക് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അരിക്കൊമ്പന്റെ ജീവിതം രചിച്ച് 3ാം ക്ലാസ്സുകാരൻ. കോഴിക്കോട് ഈസ്റ്റിൽ കേന്ദ്രീയ വിദ്യാലയത്തിലെ വസുദേവ് നന്ദനാണ് കുഞ്ഞിക്കിളിയും അരിക്കൊമ്പനും എന്ന പുസ്തകം രചിച്ചത്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ ഒരുക്കിയ പുസ്തകത്തെക്കുറിച്ച് വസുദേവ് നന്ദൻ സംസാരിക്കുന്നു. കൂട്ടുകാരെ, ഞാനൊരു കഥ പറയാം. പണ്ട് ചിന്നക്കര എന്ന സ്ഥലത്ത് ഒരു കുട്ടിയാന ജനിച്ചു. ആ ആനയുടെ പേരാണ് അരിക്കൊമ്പൻ. എന്നായത് നന്ദു. ഈ നന്ദുവിന് ഒരു അനിയനും ഉണ്ടായി, ഗോപു എന്ന ചക്കക്കൊമ്പൻ. അങ്ങനെ ഈ അരിക്കൊമ്പന് 2 വയസ്സായപ്പോൾ ഈ അരിക്കൊമ്പന്റെ അമ്മ മരിച്ചുപോയി. അങ്ങനെ അരിക്കൊമ്പൻ വലുതായി. അരിക്കൊമ്പന് അരിയോട് വളരെ ഇഷ്ടം. ചക്കക്കൊമ്പന് ചക്കയോടും ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഇവരെല്ലാവരും അരിക്കൊമ്പനെന്നും ചക്കക്കൊമ്പനെന്നും വിളിച്ചു തുടങ്ങി. അങ്ങനെ അരിക്കൊമ്പനെ പിടിക്കാനായി കേരളം വന്നു. അങ്ങനെ അരിക്കൊമ്പനെ ലോറിയിൽ കെട്ടിക്കൊണ്ടുപോയി തമിഴ്നാട്ടിൽ വിട്ടു. അങ്ങനെ കൊണ്ടുപോകുന്നത് കുഞ്ഞിക്കിളി എന്നൊരു കിളി കണ്ടിരുന്നു. എന്നിട്ട് ഈ കുഞ്ഞിക്കിളി അരിക്കൊമ്പൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞാൻ നിന്നെ തിരിച്ച് ചിന്നക്കനാലിൽ വിടാമെന്ന്. അങ്ങനെ ഈ കുഞ്ഞിക്കിളി അങ്ങനെ കുറേ ദൂരം നടന്ന് പറന്ന് ചിന്നക്കനാലിലെത്തി. അങ്ങനെ കുഞ്ഞിക്കിളി വഴി കാണിച്ച് അരിക്കൊമ്പൻ്റെ കുഞ്ഞുവാവയുടെ അടുത്ത് തിരിച്ചെത്തി. എനിക്ക് ആനകളെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ആനകളെ കാണാൻ വേണ്ടി കോന്നിയിലും മുതുമലയിലും പോയിട്ടുണ്ട്. കോന്നിയിലെ കൊച്ചയ്യപ്പനും മുതുമലയിലെ രഘുമാണ് എൻ്റെ പ്രിയ കൂട്ടുകാർ. അരിക്കൊമ്പനെ ലോറിയിൽ കയറ്റി കൊണ്ടുപോകുമ്പോഴും അരിക്കൊമ്പൻ്റെ തുമ്പിക്കൈയിലെ മുറിവ് കണ്ടപ്പോഴും എനിക്ക് വളരെ വിഷമമായി. അരിക്കൊമ്പൻ്റെ കുഞ്ഞുവാവയുടെ അടുത്ത് അരിക്കൊമ്പൻ തിരിച്ചെത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഒരു യൂട്യൂബ് ചാനലുമുണ്ട്, വസൂസ് വേൾഡ് വീഡിയോസ് എന്ന യൂട്യൂബ് ചാനൽ.
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അകത്തും ആനക്കഥകളും ട്രാവൽ വ്ലോഗ്സും എല്ലാം ഉണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം. മാധ്യമപ്രവർത്തകനായിരുന്ന എസ് അനിൽ രാധാകൃഷ്ണന്റെ അനുസ്മരണം തിരുവനന്തപുരത്ത് നടന്നു. അനുസ്മരണ സമ്മേളനം മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അനിൽ സ്മാരക വികസനോന്മുഖ ജേർണലിസം ഫെലോഷിപ്പ് നേടിയ രഞ്ജിത്ത് NPC രചിച്ച ഉത്തരവാദിത്ത ടൂറിസം കേരള ഗാഥകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അധ്യക്ഷനായി. പ്രസ് അക്കാദമി ചെയർമാൻ RS ബാബു, KTDC മുൻ ചെയർമാൻ ചെറിയാൻ ഫിലിപ്പ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ടൂറിസവുമായി ബന്ധപ്പെട്ട പല ചടങ്ങുകളിലും പോകുന്നു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം